ഹായ് ഓൾ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു മുന്തിരി വൈനുമായിട്ടാണ്. അപ്പം മുന്തിരി വൈന് നമ്മൾ സാധാരണ ചെയ്യുമ്പം ഒത്തിരി നാൾ വെച്ച് അങ്ങനെയൊക്കെയാണ് തയ്യാറാക്കുന്നത്. ഇത് പക്ഷേ നമുക്കൊരു 3-4 ദിവസം കൊണ്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഏകദേശം 1 കിലോ മുന്തിരി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത മുന്തിരിയാണിത്. ഇനി ഇതിനകത്തേക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്കൊന്ന് നോക്കാം. ഇതിനകത്തേക്ക് ഞാനൊരു 3/4 കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് എടുത്തേക്കുന്നത് കുറച്ച് ഏലക്ക, പിന്നെ കുറച്ച് പട്ട, കുറച്ച് ഗ്രാമ്പൂ, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 ടീസ്പൂണിൽ താഴെ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏലക്ക, പട്ട, ഗ്രാമ്പൂ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുകയാണെങ്കിൽ നന്നാവും. അങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുന്തിരിയിലേക്ക് നമ്മൾ എടുത്തു വെച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് ബാക്കി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസസും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് നന്നായിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം ഏകദേശം നമ്മൾ മുന്തിരിയുടെ ഒപ്പം നിൽക്കുന്ന അത്രയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലപോലെ തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. മുന്തിരിയുടെ ഒപ്പം നിൽക്കുന്ന ആ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം. വളരെ പെട്ടെന്ന് തന്നെ ആവും. ഒരു 3-4 ദിവസം കൊണ്ട് തന്നെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പാകത്തിനായി കിട്ടും. ഇതുപോലെ ചെയ്യുവാണെങ്കിൽ ക്രിസ്മസൊക്കെയാണ് വരുന്നത്. അപ്പം എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഒരുപാട് നാളൊന്നും വെയിറ്റ് ചെയ്യേണ്ട. ഇനി ഞാനിത് ഒന്ന് സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്ത് ഒന്ന് തിള വരുന്നത് വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒന്ന് തിള വന്നാൽ മാത്രം മതി. നന്നായിട്ട് വെന്ത് ഇതാവൊന്നും വേണ്ട. ഇപ്പോൾ ഇതിന് ഏകദേശം തിള വന്നിട്ടുണ്ട്. അങ്ങനെ തിള വന്ന് തുടങ്ങുമ്പോൾ നമ്മുടെ മുന്തിരിയൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങും. ആ ഒരു പാകമാവുന്ന സമയത്ത് നമുക്കങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഞാനിത് തിളച്ച് തുടങ്ങിയപ്പോൾ ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ. ഇപ്പോൾ നമ്മുടെ മുന്തിരിയൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈസ്റ്റ് എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കത് നന്നായിട്ട് തണുക്കണം. നന്നായിട്ട് തണുക്കാൻ വേണ്ടി നന്നായിട്ട് അടച്ച് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. ഇത് ഞാൻ അടച്ച് വെച്ച് ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുവാണ്. ഇപ്പം നമ്മുടെ മുന്തിരിയൊക്കെ നന്നായിട്ട് തണുത്ത് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ മുന്തിരിയൊക്കെ തണുത്ത് മുന്തിരിയൊക്കെ അങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ഗ്ലാസ് ജാറിലാക്കിയിട്ട് വെക്കാം. ഒരു നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള അടപ്പുള്ള ഗ്ലാസ് ബോട്ടിലോ അതല്ലെങ്കിൽ നമ്മൾ സാധാരണ വൈനൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ഭരണിയിലോ എന്തിലെങ്കിലും ആക്കി വെച്ചാൽ മതി. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് ആക്കി വെക്കുന്നത്. ഇതിൻ്റെ അടപ്പ് നല്ല ടൈറ്റ് ആയിരിക്കണം. ഇത് ഞാൻ ഇതുപോലെ അരിക്കൊന്നും ചെയ്യുന്നില്ല. ഇതുപോലെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് ഒരു 8 മണിക്കൂർ ഇതൊന്ന് മാറ്റി വയ്ക്കാം. 8 മണിക്കൂറിന് ശേഷമാണ് നമുക്ക് ഇനി ഇത് എടുത്ത് തുറക്കേണ്ടത്. അടപ്പ് നല്ല ടൈറ്റായിരിക്കണം. ഇനിയിപ്പം എന്തെങ്കിലും തുണിയോ എന്തെങ്കിലും വെച്ച് മൂടി കെട്ടിയിട്ട് അടപ്പിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ 8 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പം ഞാൻ നേരത്തെ ഇതിൻ്റെ അടപ്പ് ഒന്നുകൂടെ ടൈറ്റ് ആയിക്കോട്ടെ എന്ന് വെച്ച് ഒരു നല്ലൊരു വൃത്തിയുള്ള തുണി വെച്ചിട്ട് അടച്ച് മൂടി കെട്ടിയതിന് ശേഷമാണ് അടപ്പിട്ട് വെച്ചത്. ഇനി ഇത് നമുക്ക് തുറന്ന് നോക്കാം. ഇനി നമുക്ക് ഇത് മുന്തിരിയൊക്കെ ഒന്ന് ഉടച്ച് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു പാത്രം എടുത്തിട്ട് ഒരു അരിപ്പ വഴി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ ഒരു അരിപ്പ വഴി നമുക്കത് ഒഴിച്ചു കൊടുക്കാം. മുന്തിരിയെല്ലാം നന്നായിട്ട് ഉടച്ച് ആ മുന്തിരിക്കകത്തുള്ള ചാറെല്ലാം നന്നായിട്ട് എടുക്കണം. ഇനി നമുക്കിങ്ങനെ അരിപ്പയിലൂടെ നന്നായിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തുണി, നല്ല വൃത്തിയുള്ള എന്തെങ്കിലും തുണി എന്തെങ്കിലും വെച്ചിട്ട് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ അരിച്ചെടുത്താലും മതി. ഇതുപോലെ വിസ്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലേ അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഇത് അതേ ജാറിൽ തന്നെ ഒഴിച്ചു വയ്ക്കാം. ഇപ്പം ഞാൻ അതേ ബോട്ടിൽ തന്നെ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ അതുപോലത്തെ ബോട്ടിലൊന്നും ആക്കി വെക്കരുത്. ഇതുപോലത്തെ ഗ്ലാസിൻ്റെ ബോട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഭരണിയിലാക്കി വെക്കണം. ഇനി ഇതിൻ്റെ വാ മൂടി കെട്ടി നമുക്ക് 3 ദിവസം വയ്ക്കാം. 3 ദിവസത്തിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് തുറന്ന് കാണിക്കുന്നത്. ഇപ്പം നമ്മുടെ വൈനൊക്കെ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പാകത്തിനുള്ളതായിട്ടുണ്ട്. ഇത് ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കാണിക്കാം. ഇപ്പോൾ കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വൈന് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വൈന് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. നമ്മൾ സാധാരണത്തെ പോലെ ഒരുപാട് നാൾ കാത്തു നിൽക്കുകയൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി വൈനാണിത്. ഇത് കണ്ടില്ലേ, ഇനി ഇത് എത്രത്തോളം ദിവസം വേണമെങ്കിലും നമുക്ക് വയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു വൈനാണ്. എല്ലാവരും ചെയ്തു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തുടർന്നും സപ്പോർട്ട് ചെയ്യുക.